രഹിതമായി എന്ത് വെച്ചിട്ടുണ്ട്? ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ രണ്ട്, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപതി താരാഗ്രഹം 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളത് തമോഗ്രഹവും. അവസാനത്തെ 2 പേര് തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഹുവും കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുരുവിനെയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസുകളിൽ ഗുരുവിന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. ആർഎസ്എസിന്റെ തന്ത്രമാണ് ബിജെപി വിജയിച്ചത് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സത്യവുമാണ്. കാരണം ആർഎസ്എസ് എന്ന് പറയുന്ന സംഘടന ബിജെപിയുടെ പുറകിൽ ഇത്രയധികം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പോലും ആവശ്യം ഇപ്പോൾ ബിജെപിക്ക് ഇല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. പണ്ട് നരേന്ദ്രമോദിയെ ആർഎസ്എസ് അഴിച്ചു വിട്ടപ്പോൾ മോദി പരസ്പരം ശ്രമിക്കുന്നു, മോദി ഹെക്ടിക്കായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. അതായത് നരേന്ദ്രമോദി ഒരു സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ നോക്കുന്ന വാർത്തകൾ, ഈ സംസ്ഥാനത്ത് നരേന്ദ്രമോദി നടത്തിയ റാലികൾ 70 റാലി, 60 റാലി, 80 റാലികൾ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് റാലികൾ നടത്തുന്നത്? നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഎസ്എസിന്റെ കാട്ടിലും വലുതായി പോയെന്ന്. കാരണം അത് പറയാനുള്ള കാരണം അണികൾക്കിടയിലുണ്ടായ സംസാരമാണ് ആർഎസ്എസിനെ. പക്ഷെ അങ്ങനെയല്ല. ആർഎസ്എസ് എന്താണ് എന്നുള്ളത് ആർഎസ്എസ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്, മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആർഎസ്എസ് കേരളത്തിൽ നിന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോൾ മഹാരാഷ്ട്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ആർഎസ്എസിന്റെ കോട്ടയാണ്. അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാം. സകലയും നിഷ്പ്രഭമായി പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലാണ് ആർഎസ്എസ് പ്രവർത്തിച്ചത്. ഹരിയാനയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ ലോക്കൽ എന്നിരുന്ന സാഹചര്യത്തിൽ അവസാനത്തെ കുറച്ച് മാസം 3-4 മാസം മുമ്പ്, 6 മാസം മുമ്പാണ് ആർഎസ്എസ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ബിജെപിയെ മാറ്റി നിർത്തിയിട്ട് അവർ പ്രവർത്തനം തുടങ്ങി. റിസൾട്ട് വന്നപ്പോൾ അതിലെ ആൾക്കാർ ഞെട്ടിപ്പോയി. എന്നതാണ് ആർഎസ്എസ് അവർ മനസ്സിലാക്കിയത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക ന്യൂസിലാൻഡ് വാർത്തയാണ്. അതായത് ആർഎസ്എസ് അവിടെ എത്തുകയും ആർഎസ്എസ് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വിംഗുകൾ രൂപീകരിക്കുകയും 25 വിംഗിനെ അതിന്റെ തലപ്പത്ത് വയ്ക്കുകയും 25 വിംഗിന്റെ കീഴിൽ പല വിംഗുകളായിരിക്കുകയും ജനങ്ങളുടെ വീട്ടിൽ നേരിട്ട് നിന്ന് സംസാരിച്ച് പ്രവർത്തനം നടത്തും. ഓരോ ജനങ്ങളെയും കണ്ടുപിടിക്കണം എന്നാണ് ആർഎസ്എസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി അങ്ങനെയല്ല ആർഎസ്എസിന്റെ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നെപ്പോളിയനാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പടയാളികൾ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം പടയാളികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. കേട്ടിട്ടുള്ളതാണ്, സത്യമാണെന്ന് അറിയില്ല. ആ 1 ലക്ഷം പടയാളികളുടെ പേര് നെപ്പോളിയൻ അറിയുന്നത്. അതായത് 1 ലക്ഷം പടയാളികളെ അദ്ദേഹം പേരെടുത്ത് വിളിക്കുക. അത്ര ബന്ധമായിരുന്നു നെപ്പോളിയൻ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമാനമായി നമ്മുടെ പാലയിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള സകല കുടുംബങ്ങളെയും അറിയാം. പ്രവർത്തിയിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാത്തത് ആൾക്കാർ മാത്രമല്ല, അദ്ദേഹം അറിയാത്ത ആൾക്കാർ സമാനമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നടത്തണമെങ്കിൽ അത് അതിനൊരു ചില്ലറ കട്ട് പോലെ സംഘടനാ സെറ്റപ്പ് പോരാ മനസ്സിലാക്കുന്നത്. ഈ ആർഎസ്എസ് കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആർഎസ്എസിനെ കുറിക്കുന്നതായ ഒരു വാർത്തയുണ്ട്. അതായത് ഡൽഹിയിൽ ആർഎസ്എസ് 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ് നടത്തി. അതായത് ഒരു വീട്ടിൽ ചെല്ലുക, ആ വീട്ടിൽ ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് വീട്ടിലെ ഹോളാണ്. ആ ഹാളിൽ ഇരിക്കുക, അതിലിരിക്കുക, അവിടെ യോഗം കൂടുക, യോഗങ്ങളൊക്കെ സംസാരിക്കുക, അവർ പോകുക. കോവിലല്ല, അതൊരു പോസിറ്റീവാണ്. ഒരു ആർഎസ്എസ്കാരൻ ഒരു കാൻഡിഡേറ്റാണ്, ആർഎസ്എസ്കാരൻ ബൈക്കിൽ പോകുന്ന കടലിൽ നിന്ന് എടുക്കുന്ന ചിത്രമാണ്. കടലിൽ ആർഎസ്എസിന്റെ അടുത്തുണ്ട്. എന്നിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് കാര്യകർത്ത വന്നു ഡൽഹിയിൽ
നിന്ന് കാര്യകർത്താ തിരിച്ചുപോയി. ആരും പറഞ്ഞില്ല. പൂർണ്ണ നിശബ്ദകാരനാണ്. പിന്നീട് എന്താണ് ഡൽഹിയിൽ നടന്നത് എന്നുള്ളത് ചരിത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇനി ആർക്കൊക്കെ നീങ്ങാൻ പോകുന്നത് ബംഗാളിലേക്കാണ് ഇത്രയും ആർക്കും ചെയ്യാമെങ്കിൽ ബംഗാളിൽ പോയി അവർക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം ഇഷ്ടം പോലെ ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ആർക്കൊക്കെ നീങ്ങുന്നത്. മമതയുടെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഞാൻ പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഹസ്തദീനലിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അതിനെ കുറച്ച് ലക്ഷം അറിയാം. BJP എന്തുകൊണ്ടാണ് അധികാരത്തിലെത്തിയത് അറിയാം. അത് മോദിയുടെ കഴിവൊന്നുമില്ല. അങ്ങനെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ താജ് ഹോട്ടൽ ആക്രമണം ഭീകരാക്രമണം ഉണ്ടായിരുന്നു. ആ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അത് ഭീകരവാദി വന്നത് ഹിന്ദുവായിട്ടാണ്. കൈ കെട്ടി ഹിന്ദുവായിട്ടാണ് ഭീകരവാദി വന്നത്. ഭീകരവാദി വന്ന് അവർ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അവർ ആക്രമണം നടത്തിയത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് ഒരു വലിയ നാണക്കേടുണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിനെ ബാക്കപ്പ് ചെയ്യുകയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു അത് ആർക്കൊക്കെ മനസ്സിൽ കണ്ടത് ആ ഒരൊറ്റ ഒരു അഴിമതിയല്ല ഒന്നുമല്ല. ആ ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയാണ്. അതായത് ഹിന്ദുക്കളുടെയും ഇത്ര വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു മാനക്കേട് കെട്ടിരിക്കാൻ കോൺഗ്രസ് ഒരാളെ ചെയ്തതെന്നാണ് ആർക്കൊക്കെ പറഞ്ഞത്. മോദി ഇങ്ങോട്ട് കയറിക്കോ ഭരണം അറിയാം. പിന്നീട് നമുക്ക് എന്താണ് നടന്നത് നമുക്കറിയാം. പിന്നെ കോൺഗ്രസ് ചിത്രത്തിലില്ല. കോൺഗ്രസിന് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രംഗത്ത് ഞാൻ പറഞ്ഞതുപോലെ നിയമത്തിന്റെ കാര്യം രണ്ട് ഉണ്ടാകുന്ന പറഞ്ഞതുപോലെ രണ്ട് പൂജ്യമാണ് കോൺഗ്രസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അല്ല ഇത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞ വ്യക്തിയാരാണ് പറയുന്നത് കോൺഗ്രസിന്റെ. അതൊക്കെ അഭ്യന്തരമാണ് സമരമാണ്. ഹിന്ദു ഭീകരമാണ്. ഹിന്ദു ഭീകരത അറിയാൻ ഉണ്ടാക്കും. അതിന് ആരെങ്കിലും തീരുമാനമുണ്ട്. ഈ പറഞ്ഞവന്റെ പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും അധികാരം കാരണം ഈ രാജ്യത്ത് ഭൂരിപക്ഷം ജനതയെ ഭീകരന്മാരായ ചിത്രീകരിച്ചുകൊണ്ട് ഭീകരന്റെ ശ്രമമാണ് അതിന്റെ തിരിച്ചിടപെടൽ നടത്തിയത്. അത് വലിയ വിവാദമായി മാറി. അഴിമതിയൊക്കെ ഉൾപ്പെടെ അവിടെയൊക്കെ മഴകാലത്ത് ഹിന്ദു ഭീകരത സന്യാസിമാരെയൊക്കെ ഉപയോഗിച്ചത് കാഴ്ച അങ്ങനെ ആളുകൾക്ക് തീരുമാനമുണ്ട്. നമസ്കാരം നമസ്കാരം ആദ്യത്തെ നമസ്കാരം ആദ്യത്തെ കേരള ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നക്ഷത്ര മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് മനസ്സിലാക്കിയതാണ്. ഇത് ഓരോ രാശിയുടെയും ആധിപത്യം ഓരോ ജനങ്ങൾക്കും അവരാണ് ആ രാശിയുടെ നാഥന്മാർ അല്ലെങ്കിൽ അധിപന്മാർ. മറ്റൊരു പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ